മാനേജ്മെന്റുകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയത് എന്തിന് സർക്കാർ എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി വി രാജേഷ്, കഴിഞ്ഞതിൻ്റെ മുന്നേ മാസം 9-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം വരികയാണ്, ഏകീകൃത കൗൺസിലിംഗ് എന്ന നിലയിൽ, ശരിയല്ലേ? അതെ. നിങ്ങൾ അതിൻ്റെ പുറകെ എടുത്തു ചാടി 100 സീറ്റിലേക്കും ഞങ്ങൾ തന്നെ പ്രവേശനം നടത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിയമയുദ്ധമുണ്ടായി, ഇവർ ജയിച്ചു. പക്ഷേ ഇവിടെ ഇവർ ജയിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ആ നിലപാടിൽ ഉറച്ചു നിന്നു. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതി കേൾക്കുന്നതിൽ എതിർകക്ഷി അപ്പീൽ പോയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മഹാരാഷ്ട്രയിലും ഇതുപോലെ തന്നെ മുംബൈ കോടതിയുടെ വിധി എതിരായിരുന്നു, അതിനെതിരെയും അപ്പീൽ പോയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ നിങ്ങൾ പാതി വഴി വെച്ചതെല്ലാം അവസാനിപ്പിച്ചു. ഞാൻ അവിടെ മാത്രമല്ല പറയുന്നത്, നിങ്ങളെപ്പറ്റിയുള്ള ഗുരുതരമായൊരു ആരോപണം. കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ആരോഗ്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ യോഗം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിലെ മിനിറ്റ്സ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. കേരളം എടുത്ത നിലപാട് എന്താണ്? കേരളം എടുത്ത നിലപാട്, ഇവിടെ പല രീതിയിലുള്ള മാനേജ്മെൻറ്റുകളാണ്, പല രീതിയിലുള്ള ഫീസ് ഘടനയാണ്, അതുകൊണ്ട് ഏകീകൃത കൗൺസിലിങ്ങിനോട് കേരളത്തിന് യോജിപ്പില്ല എന്ന്. ഈ കള്ള നിലപാട് അവിടെ എടുത്തതിന് ശേഷമാണ് ഇവിടെ നിങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഉത്തരവിൻ്റെ വലിയ പാലകരായി ആദ്യം ഇവിടെ സ്വയം പ്രദർശിപ്പിച്ച് നടന്നത്. ഇനി ഇപ്പോൾ ഒരു കാര്യം, നാളെ കേരളത്തിൻ്റെ വാദം സുപ്രീം കോടതി കേൾക്കുമ്പോൾ നിങ്ങൾ 2 വള്ളത്തിൽ കാലുകുത്തും. 1, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഞങ്ങൾ യോജിക്കുന്നു. 2, അയ്യോ ഞങ്ങളിവിടെ കരാറിൽ ഒപ്പിട്ടു, ആ കരാറിനെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം. നാണം കെട്ട അവസ്ഥയല്ലേ? ഒരു നാണക്കേട് ഞങ്ങൾക്കില്ല. ഇതില് ഞങ്ങൾ ഒരു നാണംകെട്ട നിലപാട് എടുത്തിട്ടില്ല. അല്ല, ഒരു നാണംകെട്ട നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഇതിൽ വിഷയം എന്താ? അല്ല ഷാഫി, ശ്രീ വേണു, എനിക്ക് പറയാൻ അവസരമുണ്ട്. ഈ ഗവൺമെന്റ് 100% സീറ്റിലേക്കും സർക്കാർ അലോട്ട്മെന്റിന് ഉത്തരവിറക്കിയതാണ്. പിന്നെ ഹൈക്കോടതി വിധി വന്നു. എന്തുകൊണ്ട് നിങ്ങൾ അപ്പീൽ പോയില്ല? നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് അപ്പീൽ പോയില്ല? സെപ്റ്റംബർ 30 കട്ട് ഓഫ് ഡേറ്റ്. നിയമം കൊണ്ടുവന്നതാ. ഇവിടെ യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകളെ സംബന്ധിച്ച് അവർക്ക് പല ലൂപ്പ് ഹോളും നിലവിലുള്ള സുപ്രീം കോടതി. എന്റെ ചോദ്യം ലളിതമാണ്. ജൂൺ 17 ആരോഗ്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ അന്ന് ഈ പറയുന്ന സമയക്കുറവില്ലല്ലോ. ജൂൺ 17 നിങ്ങൾ അധികാരത്തിൽ വന്ന 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ജൂൺ 17 ആരോഗ്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ മിനിറ്റ്സിൽ നിന്ന് വരുന്നത് കേരളം ഇതിൽ വ്യത്യസ്തമായ നിലപാടെടുത്തിരിക്കുന്നു എന്നാണ്. ശ്രീ വേണു, കേരളത്തിന്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ നേരത്തെ സ്വാശ്രയ നിയമം കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ പിന്നെ കേന്ദ്രത്തിന്റെ ഉത്തരവ് നടപ്പാക്കാൻ പോയി. അങ്ങനെയെങ്കിൽ പിന്നെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്തിനു നടപ്പാക്കാൻ പോയി? ഇനി നാളെ വേറൊരു നിലപാട്. ജൂൺ 17 ഒരു നിലപാട്, ജൂൺ 17 ഒരു നിലപാട്, ഓഗസ്റ്റ് 9 ഒരു നിലപാട്. നാളെ സെപ്റ്റംബർ 3 നിലപാടാണ്. ജൂൺ 17 ഒരു നിലപാട് മാനേജ്മെന്റുകൾക്ക് അനുകൂലം, ഓഗസ്റ്റ് 9 ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഉത്തരവ് നടപ്പാക്കുമെന്ന്, സെപ്റ്റംബർ 28 നാളെ വരാൻ പോവുകയാണ് 2 വള്ളത്തിലും കാലുചുറ്റുന്ന ഒരു നിലപാട്. ഈ കാര്യത്തിൽ കേന്ദ്ര നിലപാട് തന്നെയാണ് സ്തുത്യർഹം, യാതൊരു സംശയമില്ല. അവരൊന്നാമത് നീറ്റ് എന്ന ഒരു ഏകീകൃത എൻട്രൻസ് വ്യവസ്ഥയ്ക്ക് കൊണ്ടിരുന്നു. രണ്ടാമത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അത് വേണ്ട എന്ന് വയ്ക്കാൻ നീതി ആയോഗ് മുന്നോട്ട് വരുന്നു. അതിന് പകരം വേറെ സംവിധാനം കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏകീകൃതമായിരിക്കണം. അതേസമയം മെറിറ്റിന് മാത്രം മുൻതൂക്കം നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യ മേഖല തകരാറിലാവും. ഇത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം അതിവേഗം ഷാഫി പറമ്പിലിലേക്കും കൃഷ്ണദാസിലേക്കും. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ പി കൃഷ്ണദാസ്, എന്തുകൊണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ഇത്ര വേഗത്തിൽ ധാരണയിലെത്താൻ കഴിഞ്ഞു? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല, പലവട്ടം ചർച്ചകൾ, ഉപസമിതി, പിന്നെയും ധാരണയിലെത്താതെ പോകുന്ന നില. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയായിരുന്നു, ഷാഫിയും അതാണ് ഇവിടെ ആവർത്തിച്ചത്, നിങ്ങൾ ഇതേ നിലപാട് കഴിഞ്ഞ ഗവൺമെൻറ് മുൻപാകെയും വെച്ചു, കുത്തനെ ഫീസ് ഉയർത്തേണ്ടി വരും എന്നതുകൊണ്ട് അന്നത്തെ ഗവൺമെൻറ് അത് അനുകൂലിച്ചില്ല എന്ന്. അതല്ലേ സത്യം? ഇവിടെ മാനേജ്മെൻറ്റുകൾക്ക് ഒരു പരാതിയുമില്ലാതിരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് കൃഷ്ണദാസ്? അല്ല ശ്രീ വേണു, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സംഭവങ്ങൾ മുഴുവൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മറ്റ് അനധികൃതമായി നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സ് അവസാനിപ്പിച്ചുകൊണ്ട് 100% സീറ്റിലേക്കും അഡ്മിഷൻ സുതാര്യമായി നടത്തണമെങ്കിൽ കോളേജുകൾ നടത്താൻ ആവശ്യമായ ഫീസ് ഘടന ഉണ്ടാക്കി കൊടുക്കണം. അതല്ലാതെ ഇത് 25,000 രൂപയ്ക്ക് കുറേ കുട്ടികളെ പഠിപ്പിക്കുകയും 11 ലക്ഷത്തിന് വേറെ കുറേ കുട്ടികളെയും പഠിപ്പിക്കുക എന്നുള്ളതല്ല സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇവിടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തേണ്ടി വന്നാൽ ഈ ഫീസുകളെല്ലാം തന്നെ പോവും. ഇപ്പോൾ
പ്രതിപക്ഷം പറയുന്നത് പോലെ 25,000 രൂപയ്ക്ക് പിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല. പിന്നെ പഠിപ്പിക്കേണ്ടി വരുന്നത് ഇവിടെ ഓരോ കോളേജുകളും കൊടുത്തിട്ടുള്ള അവരുടെ വരവ് ചെലവ് കണക്കടിസ്ഥാനത്തിൽപ്പെടുത്തി വേണം നടത്തേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു 15 മുതൽ 18 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഈടാക്കേണ്ടതായി വരും. അത് ഒഴിവാക്കാനാണ് ഇപ്പം ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളൊക്കെ പരിശോധിച്ച് ഇപ്പം ജിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും. ഏറ്റവും കുറഞ്ഞ ഫീസ് മാനേജ്മെൻറ്റിൽ പോലും ഇന്ന് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ഫീസ് ആന്ധ്രയിലാണ്. മറ്റ് തൊട്ടടുത്ത സംസ്ഥാനത്തായ തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി, അല്ലെങ്കിൽ കർണാടകയിൽ എത്ര ഫീസ്, ഇതൊന്നും പരിശോധിക്കാതെ കേരളത്തിൽ മാത്രം എന്തോ ഒരു തീവെട്ടിക്കൊള്ള നടത്തുന്നത് പോലെ പറയുന്നത് ശരിയല്ല. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസ്. ചർച്ച അവസാനമായി ഷാഫി പറമ്പിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ താരതമ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം, അതൊരു കൂടാതെ ഒരൊറ്റ ചോദ്യം കൂടിയുണ്ട് എനിക്ക്. അങ്ങ് ഇത്ര ആർജവത്തോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ. കേരളം വളരെ പ്രതീക്ഷയോടെ അങ്ങടക്കം സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുകൂലമാകുമോ എന്ന് കാത്തിരിക്കുകയുമാണല്ലോ. അങ്ങയുടെ 2 നേതാക്കന്മാരാണ് മഹാരാഷ്ട്രയിലെ വിവിധ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്ന് വെച്ചാൽ അങ്ങ് പുലർത്തുന്ന പ്രതീക്ഷയ്ക്കെതിരെ ശക്തമായ വാദഗതികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒരാളുടെ പേര് അഭിഷേക് മനു സിംഗ്വി, മറ്റൊരാളുടെ പേര് പി ചിദംബരം. അപ്പോൾ വേട്ടക്കാരനെ പോലെ പായുക, ആ പ്രയോഗത്തിലേക്ക് ഞാൻ വരുന്നില്ല, ഇരയും വേട്ടക്കാരനും ഒരേപോലെയാകുന്നു നിങ്ങൾ. 2 കാര്യം. ഒന്ന്, അതർ സ്റ്റേറ്റിലെ മുഴുവൻ ഫീസും കേരളത്തെക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നിടത്ത് ഇപ്പം നമ്മൾ തന്നെ പറയുന്നുണ്ട് കുട്ടികൾ ഫീസ് അപ്പുറത്ത് കുറവായതുകൊണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും പോയി പഠിക്കുകയാണെന്ന്. അപ്പം ആ വാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഫീയുടെ പേരിൽ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളെ കണക്കെടുത്താൽ തന്നെ പരിശോധിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൻ്റെ വാദത്തെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. ഞാൻ എന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോട് അവർ ചെയ്യുന്ന അനീതിയാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല. അതിനോടുള്ള പ്രതിഷേധം രഹസ്യമായിട്ടല്ല പരസ്യമായി രേഖപ്പെടുത്താൻ തയ്യാറാണ്. ഈ പറഞ്ഞ സാഹചര്യത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. ഒറ്റ ചോദ്യം കൂടി, 30 സെക്കൻഡിൽ മറുപടിയും പറയുക. TV ഈ പരിയാരത്ത് ഒന്ന് ഇടപെട്ട് പരിഹരിക്കുക, അതിനുശേഷം നല്ല രൂപത്തിൽ മാനേജ്മെൻറ്റുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക, അങ്ങനെ ഒരു സാധ്യതയില്ലേ? തീർച്ചയായും ഞങ്ങൾ എല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിലവിലുള്ള സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ഇത്തരമൊരു രീതി കേരളത്തിൽ അവസാനം കുറിക്കണം. അതിനുതകുന്ന വിധത്തിലുള്ള ലൂപ്പ് ഹോൾ ഇല്ലാത്ത സമഗ്രമായൊരു നിയമം കൊണ്ടുവരണം. പരിഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ശ്രീ ഷാഫി ഇവിടെ സൂചിപ്പിച്ചല്ലോ, പരിഹാരത്തിന് ഇപ്പോൾ LBS പോലെ IHRD പോലെ കേപ്പ് പോലെ ഒരു ഗവൺമെൻറ് ഏജൻസി നടത്തുന്നതല്ല, ഒരു സഹകരണ സ്ഥാപനം നടത്താണ്. ആ സഹകരണ സ്ഥാപനത്തിന് ഒരു പൈസ പോലും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ MLAയുടെ മകൾ ഉൾപ്പെടെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇവരുടെ കാലത്ത് അവിടെ 4 തരം സീറ്റ്, മെറിറ്റ് സീറ്റ്, അതുപോലെ പ്രിവിലേജ് സീറ്റ്, മാനേജ്മെന്റ് സീറ്റ്, NRI സീറ്റ്. ആ പ്രിവിലേജ് സീറ്റ് പഠിച്ച ആള് നിങ്ങളുടെ MLAയുടെ മകള്, ഞാൻ പേര് വിശദീകരിക്കാം. ഇപ്പൊ ആ സ്ഥിതി അവിടെ ഇല്ല. പെരിയാർ മെഡിക്കൽ കോളേജിനെ ഇതൊരു അവസരമാണ്, അവസരം വെച്ച് പിടിക്കാൻ കഴിയുമോ എന്നാണ്. 1 രൂപ ഈ മാനേജ്മെന്റ് വാങ്ങുന്നതിനേക്കാൾ ഒന്ന് കുറക്കാൻ പറ പരിഹാരത്ത്. 1 രൂപ എന്നിട്ട് ആ രക്തസാക്ഷികളോടൊന്ന് പറ. നിങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രതികരണത്തിന് ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ പ്രതിപക്ഷമില്ല എന്ന അവസ്ഥയ്ക്ക് വിരാമമാവുകയാണോ ഈ സമരമുഖം തുറക്കല്ലോ? അല്ല, പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് കിട്ടിയിരിക്കുന്നു. താങ്ക്സ് ടു യൂത്ത് കോൺഗ്രസ്. KSU അല്ലെന്ന് തോന്നുന്നു, യൂത്ത് കോൺഗ്രസ് ആണ്. പാവം ഷാഫി പറമ്പിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ സാധ്യത. ഷാഫി, ഇതൊരു വലിയ സാധ്യതയായിട്ട് ഇടതുപക്ഷത്തിന് കണക്കാക്കാം. ഇതൊരു വലിയ സാധ്യതയായിട്ടും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു മുഖമുദ്രയായിട്ടൊരു പുതിയ നീക്കം നടത്താനും ഒരു പുതിയ നയം കൊണ്ടുവരാനും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇടതുമുന്നണിക്ക്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.